സംഭവം ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും ഞങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ ഒരു സമ്മിറ്റ് ഉണ്ടായിരുന്നു. 8:30 മണിക്ക് എത്തണം. കുറച്ച് നേരം വൈകിക്കൊണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ ഓടി പോകുന്നത്. 9 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. ഓഗസ്റ്റ് ഒഫ്താൽമിക്ക 2026 എന്നായിരുന്നു പ്രോഗ്രാമിൻ്റെ പേര്. ഇതാണ് ജോയൽ ഷാ, എൻ്റെ എറണാകുളത്തെ ഒരേ ഒരു കൊളീഗാണ്. എൻ്റെ അടുത്ത് ഞാൻ 8:30 ആകുമ്പോൾ വരണം, സ്റ്റാൻഡി എനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ വന്നത് 9:45 ചെറിയ കുട്ടിയല്ലേ, നമുക്ക് മെല്ലെ ക്ഷമിച്ച് കളയാം. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡി ഇങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ നമ്മുടെ കമ്പനിയുടെ സ്റ്റാൻഡിയും കൂടെ വെക്കും. പിന്നെ ഈ ഹാളിനകത്തായിരുന്നു ഇരിക്കുന്നത് മുഴുവൻ കണ്ണിൻ്റെ ഡോക്ടേഴ്സാണ്. ഞങ്ങൾ പുറകിലൊക്കെ ഇങ്ങനെ നിൽക്കും. ചില ഡോക്ടേഴ്സ് ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ വരും. റിണായ് കൊച്ചിൻ, പാലാരിവട്ടത്തുള്ള റിണായ് കൊച്ചിനിലായിരുന്നു പ്രോഗ്രാം. ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങനെ സമ്മിറ്റ് നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പുറകിൽ നിൽക്കും. കാരണം നമ്മൾ ഡോക്ടർമാരല്ലല്ലോ. പിന്നെ അവിടെ ഒരു ജ്യൂസ് അവൈലബിൾ ആയിരുന്നു. ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ജ്യൂസാണ് ആദ്യം എടുത്ത് കുടിച്ചത്. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പിന്നീടാണ് കണ്ടത്. ചായയുടെ കൂടെ അടയായിരുന്നു, നല്ല മധുരമുള്ള അടയായിരുന്നു. ആദ്യം അട കഴിക്കുകയാണെങ്കിൽ പിന്നെ ചായയിൽ മധുരം ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ ഞങ്ങൾ 2-3 പേരൊക്കെ കൂടെ ചായ കുടിച്ച് അവിടെ നിന്ന് ഒരു മണിക്കൂർ ഞാൻ പെർമിഷൻ എടുത്തു. പമ്പ് എത്തുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എത്തി. പിന്നെ മാർക്കറ്റിൽ പോയി, ഞായറാഴ്ചയാണല്ലോ, 1/2 കിലോ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു. ഈ ഇറച്ചി വാങ്ങിച്ചിട്ട് ഞാൻ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ്. 2 പേരെ ഞാൻ പള്ളിയിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ എൻ്റെ സമ്മിറ്റിന് പോയത്. ചെന്നപ്പോൾ കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ചെറിയ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പറയുന്നത് ഇനി മുതൽ കാറ്റീസം കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് കാറ്റീസം മതി, അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ഷീണമാവുമെന്ന്. ഞാൻ പള്ളിയിൽ കൊണ്ടുവിട്ട 2 പേരെയും എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇവരെ 2 പേരെയും വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി ഞാൻ വീണ്ടും തിരിച്ച് സമ്മിറ്റിന് വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ.